പഞ്ചാബിന്റെ പ്ലേയിങ് 11 അവർ രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെ നേരിട്ട ആ ടീമിൽ ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ ടീമുമായി തന്നെയാണ് പഞ്ചാബ് കളിക്കുന്നത്. പ്രിയാൻഷ് ആര്യ, ജോഷ് ഇംഗ്ലീഷ്, ശ്രേയസ് അയ്യർ, നെഹാൽ വധേര, ശശാങ്ക് സിംഗ്, മാർക്കസ് ടോണിസ്, അസമത്തുള്ള, ഒമർ സായ്, കെ എൽ ജാമിസൺ, ഒപ്പം തന്നെ വിജയ് കുമാർ വൈശാഖ്, അർഷദീപ് സിംഗ്, യുസ്വേന്ദ്ര ചഹൽ എന്നുള്ളതാണ് പഞ്ചാബിന്റെ പ്ലേയിങ് 11. ഇതേ പ്ലേയിങ് 11 വെച്ചാണ് അവർ മുംബൈ ഇന്ത്യൻസിനെതിരെ കളിച്ചത്. വലിയ വിജയം നേടിയത്, അതും ഒരു അവിശ്വസനീയ ജയം. ഇന്നേ വരെ 200 റൺസ് പ്രതിരോധിച്ചപ്പോൾ തോറ്റിട്ടില്ലെന്ന മുംബൈയുടെ ആ ചരിത്രപരമായ റെക്കോർഡ് പോലും തകർത്താണ് ശ്രേയസ് അയ്യരും സംഘവും ആ മത്സരത്തിൽ ജയിച്ചത്. ആ വലിയ ആത്മവിശ്വാസവുമായി എത്തുന്ന ആ ടീം അതേ 11 തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. RCBയുടെ പ്ലേയിങ് 11 ഇപ്പോൾ വന്നിരിക്കുന്നു. RCBയിൽ ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യം ബംഗളൂരുകാർക്കുണ്ടാകുന്നു. ഫിൽ സാൾട്ട് കളിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരമുണ്ട്. കാരണം ഫിൽ സാൾട്ടിന് ഇന്ന് കുഞ്ഞ് ജനിച്ചെന്നും അദ്ദേഹം ഒരുപക്ഷെ നാട്ടിലേക്ക് മടങ്ങുന്നു എന്ന തരത്തിലും വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഫിൽ സാൾട്ട് നിർണായക പോരിന് ടീമിനൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി, മായങ്ക് അഗർവാൾ, രജത് പാട്ടീദാർ, ലിയാങ് ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെപ്പേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, യാഷ് ദയാൽ, ജോഷ് ഹെയ്സൽവുഡ്. ഇതാണ് RCBയുടെ കപ്പിനായുള്ള ടീം എന്നുള്ളതാണ്. ടിം ഡേവിഡ് ആദ്യ ഈ 11-ൽ ഇല്ല എന്നുള്ളതും പ്രത്യേകതയാണ്. റൊമാരിയോ ഷെപ്പേർഡിനെയാണ് പവർ ഹിറ്ററായി അല്ലെങ്കിൽ ഫിനിഷറായി കണ്ടുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലും ടിം ഡേവിഡിന് കളിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ലീഗ് റൗണ്ടിൽ ബംഗളൂരുവിൽ നടന്ന മത്സരത്തിൽ ടീമിന്റെ ടോപ്പ് സ്കോററായിരുന്നു ടിം ഡേവിഡ് ഉണ്ടായിരുന്നത്. അന്നത്തെ മത്സരത്തിൽ RCB തോറ്റെങ്കിലും ആ വലിയൊരു സ്കോറിലേക്ക് അല്ലെങ്കിൽ ടീമിനെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത് ടിം ഡേവിഡ് ആയിരുന്നു. ടിം ഡേവിഡിന്റെ ഫിനിഷിംഗ്, ആ ഒരു പാടവം എത്ര കണ്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. RCBക്ക് അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവുമോ അല്ലെങ്കിൽ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്.